ഗൈസ്, ഞാൻ മഞ്ജു. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ നാടൻ കടച്ചക്ക കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈവ് വീഡിയോ ഒന്ന് ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കടച്ചക്ക കറി ഉണ്ടാക്കാം. കടച്ചക്ക കറി വെക്കാം കേട്ടോ. നാടൻ എൻ്റെ അമ്മമ്മ ഇങ്ങനെ കേട്ടോ കറി വെച്ചുകൊണ്ടിരുന്നത്. ആ ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് പരീക്ഷിക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് കടച്ചക്കയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി. ഇത്രയും സാധനം നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് മസാലക്കൂട്ടൊക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് യൂസ് ചെയ്യാം. കാരണം ഇവിടെ മക്കളുള്ളതുകൊണ്ട് മക്കൾക്കും എരിവ് അധികം കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് വറ്റൽമുളക്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കടുക്, കറിവേപ്പില, പിന്നെ ഉപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കറി വെക്കാം. ആദ്യം നമുക്ക് ചക്കേൻ്റെ തോലൊക്കെ നന്നായിട്ട് കരിമ്പുള്ളിയില്ലേ മേൽ പോർഷൻ നന്നായിട്ട് ചെത്തി കളയണം കേട്ടോ. ഇങ്ങനെ ചെത്തി കളയണം. നമുക്ക് ഈ ചക്ക ഇങ്ങനെ മുറിക്കാം കേട്ടോ. മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു കളയുന്നുണ്ട്, അത് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അത് വേണ്ട, എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ള സാധനം അത് വേണ്ട, കട്ട് ചെയ്ത് കളയണം. ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ച് വെള്ളത്തിലിടണം കേട്ടോ. കഴുകി ഉപയോഗിക്കാനാണ്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇടാം കേട്ടോ. വലിയ കഷ്ണം വെക്കാം, ചെറിയ കഷ്ണം വെക്കാം. ഞാൻ സാമാന്യ ചെറിയ കഷ്ണം വേണം, ചെറിയ കഷ്ണമാക്കിയിട്ടാണ് മുറിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ തേങ്ങയ്ക്ക് ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഗ്യാസ് ഓണാക്കാം കേട്ടോ. കഴിഞ്ഞ് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാവേ. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് ഒഴിച്ചാൽ മതിട്ട്. കാരണം എണ്ണ ഒഴിക്കാതെ തേങ്ങ വറുത്തെടുക്കാനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കും. കാരണം ഇച്ചിരി എണ്ണ ഒഴിച്ച് ചിലപ്പോൾ അടിയിൽ പിടിക്കും കേട്ടോ. അത് പിന്നെ എപ്പോഴും തേങ്ങ വറുക്കുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം. അപ്പം ഞാൻ അതിലേക്ക് തേങ്ങ ഇടുക കേട്ടോ. തേങ്ങ, പിന്നെ ഇച്ചിരി കറിവേപ്പില ഒരുമിച്ച് ഇടുക കേട്ടോ. വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ജീരകം, മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും സാധനം ഇട്ട് വന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മൂക്കണ്ട. ഒരു ഏകദേശം ഒരു ബ്രൗൺസ്, ഈ തേങ്ങയുടെ ഈ വെള്ള കളറൊക്കെ ഒന്ന് മാറി കളറൊന്ന് മാറുന്ന വരെ വറുത്താൽ മതി കേട്ടോ. വല്ലാണ്ടങ്ങ് നമ്മൾ വറുത്തരച്ച് കറി വെക്കുന്ന പോലെ വല്ലാണ്ടങ്ങ് മൂപ്പിക്കണ്ട കേട്ടോ. തേങ്ങയ്ക്കൊന്ന് ഡ്രൈ ആയി വന്നിട്ട് വല്ലാണ്ടങ്ങ് മൂപ്പിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല, ഇത് കൂടിയിട്ടൊന്ന് പിന്നെ നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. നമുക്ക് മസാല നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. ആവശ്യമില്ല, നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടം ഉണ്ടാവുമല്ലോ മസാലയ്ക്ക്. അപ്പോൾ എരിവ് കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ എടുക്കാൻ പാടില്ല. എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം ഗ്യാസ് ഇടേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കൈ എടുക്കാണ്ട് ഇളക്കണം. കാരണം കൈ എടുത്തു കഴിഞ്ഞാൽ അത് അടി പിടിച്ച് കരിഞ്ഞു പോകും കേട്ടോ. ഈ പൊടി വറുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. നമ്മുടെ ഇതൊന്ന് മുളക് പൊടി എല്ലാം മസാലക്കൂട്ടെല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് ഗ്യാസ് ഓഫായി കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായി തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് പരമാവധി വെള്ളം ചേർക്കാതെ അരയ്ക്കണം. ഇനി അത് വെള്ളം അഥവാ അരഞ്ഞില്ലെങ്കിൽ ഒരു ഇച്ചിരി ചൂടുവെള്ളം കേട്ടോ, ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ച് അരച്ചെടുക്കണം കേട്ടോ. ഓക്കെ, നന്നായി തണുത്ത ശേഷം മാത്രം കേട്ടോ. അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് കേട്ടോ. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച് കടച്ചക്കയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരപ്പില്ലേ, ഈ അരച്ച് വെക്കുന്നതിൻ്റെ കുറച്ച് കേട്ടോ, ഒരു പകുതി ഭാഗം എടുത്തിട്ട് നമ്മൾ അതിനൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ. അതിലേക്ക് ഇച്ചിരി ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളൊരു അരച്ച് മിക്സി കഴുകിയ വെള്ളം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. പകുതി അരപ്പ് എടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞ് വേണേ. ഇങ്ങനെ വേവിക്കുമ്പോൾ പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കുന്നേക്കാൾ നമ്മുടെ ഈ അരപ്പൊക്കെ ഇതിലേക്ക് ഉള്ളിലേക്ക് പിടിക്കും. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ പണ്ട് തന്നെ അമ്മമ്മ ഉണ്ടാക്കുന്ന കേട്ടോ ഇങ്ങനെ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ അമ്മമ്മ ഉണ്ടാക്കുന്നത്. പണ്ടത്തെ കാരണമ്മ ഉണ്ടാക്കുന്ന പ്രത്യേക ടേസ്റ്റാണല്ലോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക്
ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു 2 വല്ലാണെങ്കിൽ വെന്ത് ഉടഞ്ഞു പോകണ്ട, ഒരു 2 വിസിലൊക്കെ മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ വേവിച്ച് വെച്ച കടച്ചക്ക നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞേക്ക് നമുക്ക് ബാക്കി അരപ്പുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരപ്പ് ആ പാത്രം കഴുകിയ വെള്ളമാണേ, കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കിട്ടോ കേട്ടോ. കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമുക്ക് ഇളച്ച് നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്, കുറുകുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കുറുകിയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കറിയായിട്ടായതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും കറി വേണം, അതുകൊണ്ടാണ് ഞാൻ കറിയാക്കി എടുത്തേക്കുന്നത് കേട്ടോ. ഇത് പൊട്ടിക്കാം കേട്ടോ. അതിന് ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ചീനിച്ചട്ടി വെച്ചെടുക്കാം. ചീനിച്ചട്ടി ഒന്ന് ചൂടാകട്ടെ കേട്ടോ. ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം കടുക് പൊട്ടിക്കാൻ. എണ്ണയൊന്ന് ചൂടാകട്ടെ കേട്ടോ. കടുക് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാവേ. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. പിന്നെ അതൊന്ന് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇടാം. കടുകൊക്കെ ഓക്കെ ആയിരുന്നു. കടുകും എല്ലാ സാധനം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതിലേക്ക് ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പം നല്ല വായിൽ കപ്പലോടുന്ന കടച്ചക്ക കറി റെഡിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ് കേട്ടോ, സത്യമായിട്ട് അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്ക് ഞാൻ ചോറൊക്കെ കൊടുക്കട്ടെ കേട്ടോ. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പരമാവധി എൻ്റെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. ഇതേ ചോറും നല്ല കടച്ചക്ക കറിയോ കേട്ടോ. കഴിക്കാൻ പോകണം കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.